നമസ്കാരം. പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഓരോ പ്രഹരവും ഓരോ ദിവസവും കൊടുക്കുകയാണ്. ആദ്യം സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും അതിനുശേഷം ഉറി ഡാം തുറന്നുവിടുകയും വലിയ രീതിയിൽ ഒരു വെള്ളപ്പൊക്കം ഇന്ത്യ പാകിസ്ഥാനിൽ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ പാകിസ്ഥാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഓരോ ദിവസവും വരുന്നുണ്ടെങ്കിലും പാകിസ്ഥാന് നല്ല ഭയമുണ്ട്. ഇന്ന് ഹനീഫ് അബാദി പാകിസ്ഥാന്റെ മന്ത്രി ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഭീഷണിയുമായിട്ട് രംഗത്തെത്തി. പാകിസ്ഥാന്റെ 130 ആണവായുധങ്ങൾ വെറുതെ കാഴ്ചയ്ക്ക് വച്ചിരിക്കുന്നതല്ല എന്നും അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണെന്നും മന്ത്രി ഭീഷണി മുഴക്കുന്നുണ്ട്. സിന്ധുവിലെ വെള്ളം പാകിസ്ഥാന് നൽകുന്നത് തടസ്സപ്പെട്ടാൽ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാക്കിയുള്ളൂ എന്നാണ് ഹനീഫ് അബാദി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഏത് രീതിയിൽ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാന് അറിയില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ വ്യോമപാത ആദ്യം അവർ അടച്ചു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ രാവിലെ ലാഹോർ എയർപോർട്ടിൽ അഗ്നിബാധ ഉണ്ടാകുകയും അതിനുശേഷം വൈകിട്ട് ഇറാനിലെ ബന്ദർ ഇ അബ്ബാസ് തുറമുഖം അഗ്നി തന്നെ മുഴുവനായിട്ട് വിഴുങ്ങിയത്. കൂടാതെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സീപോർട്ടും എയർപോർട്ടും പ്രവർത്തനരഹിതമായി. അവിടെ നിന്നും ഇനി ഒരു ജെറ്റ് വിമാനവും അവിടെ ഉയരില്ല. ഒരു ജെറ്റ് വിമാനവും അവിടെ നിന്നും പറക്കില്ല. ഒരൊറ്റ കപ്പലും സീപോർട്ടിൽ നിന്നും അനങ്ങില്ല എന്നത് വ്യക്തമാണ്. കൂടാതെ ഇന്ത്യയുടെ അധികൃത പ്രഹരശേഷി കാരണം പാകിസ്ഥാനിലെ പട്ടാള ജനറൽമാർ, പാകിസ്ഥാനിലെ വിവിധ സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, എയർഫോഴ്സ്, നേവി, ആർമി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധുക്കളെ സ്വകാര്യ ജെറ്റുകൾ വഴിയും സ്വകാര്യ വിമാനങ്ങൾ വഴിയും ചാർട്ട് ചെയ്ത് വിദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. കാരണം സാധാരണ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ല ഇന്ത്യ നടത്താൻ പോകുന്നതെന്ന് പാകിസ്ഥാനും പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വകാര്യ ജെറ്റുകൾ ബുക്ക് ചെയ്ത് അവർ ഓരോ ദിവസവും അവരുടെ കുടുംബാംഗങ്ങളെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മിസൈലുകൾ എങ്ങാനും റൺവേയിൽ വന്ന് പതിച്ചാൽ പിന്നെ പാകിസ്ഥാനിലെ ഒരു വിമാനത്താവളത്തിൽ നിന്നും ഒരു പ്ലെയിനുകളും അവിടെ നിന്നും പൊങ്ങില്ല എന്നതും വസ്തുതയാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു പദ്ധതി പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ രൂപീകരിക്കുന്നത്. പാക് ആർമി ചീഫ് ജനറൽ അസീം മുനീർ കുടുംബത്തെ ബ്രിട്ടനിലേക്കും അതോടൊപ്പം തന്നെ ന്യൂജേഴ്സിയിലേക്കും അയച്ചിരിക്കുകയാണ്. നിലവിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യയിലേക്ക് ഒളിച്ചോടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് ഷഹബാസ് ഷെരീഫ് ആദ്യം കുറച്ച് മിണ്ടിയെങ്കിലും പിന്നെ മൗനത്തിലാണ്. പേടിച്ച് വരണ്ട ഇരിക്കുകയാണ്. ഇന്ത്യ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് അവർക്ക് പോലും അറിഞ്ഞുണ്ട്. കാരണം ഇന്ത്യ അടുത്ത മിസൈലുകൾക്ക് പകരം, ആക്രമണങ്ങൾക്ക് പകരം ഇനി അജ്ഞാതരെ വല്ലതും ഇറക്കുമോ എന്നടക്കം ഭയമുണ്ട്. കാരണം അവിടെ വരുന്ന പുള്ളി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വലിയ രീതിയിൽ പരിശോധിച്ചിട്ടാണ് പുള്ളി തന്നെ കഴിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് വല്ല വിഷമോ പുള്ളിക്കാരനെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് പോലും അറിയില്ല. കാരണം ആകെ പേടിച്ച് വരണ്ടാണ് പുള്ളി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ നിൽക്കുന്നത്. ഓരോ ദിവസവും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഭയത്തിന്റെ തീയാണ്. എന്ത് ചെയ്യും? ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ ആക്രമണത്തിലും കൂടാതെ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ നടത്തുന്ന വമ്പൻ ആക്രമണത്തിൽ നിന്ന് പാക് പ്രധാനമന്ത്രി ഒളിച്ചോടി രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ട്. കാരണം ഇന്ത്യ ഒരു സൈഡിൽ നിന്നും ഇന്ത്യ അടിക്കുന്നു, പാകിസ്ഥാന്റെ അകത്ത് നിന്നുകൊണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ ആക്രമണങ്ങളെല്ലാം തന്നെ അടിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ്ലി വളഞ്ഞിട്ടൊരടി പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവർ വളരെ പേടിച്ച് വരേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനിൽ പട്ടാള ഭരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വേണ്ടി വന്നാൽ ചിലപ്പോൾ പട്ടാള ജനറൽമാർക്ക് ഷഹബാസ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. Partner EduBix Online Executive Education, Focus Physiotherapy Center Pattam, Unnat Engineering Gujarat, Tirthayatra.com, Iron Build Gujarat, PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ
ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.